അന്ന് തന്നെ ലക്ഷ്യന്റെ നിർദ്ദേശപ്രകാരം ഗൗതം ശിവാനിയുടെ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടി മുഴുവൻ തുകയും അടച്ചു. പൈസ അടച്ചതും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടക്കുകയും ചെയ്തു. പക്ഷെ ആരാണ് പണം അടച്ചത് എന്നതിനെപ്പറ്റി ശിവാനിക്ക് ഒരു അറിവില്ലായിരുന്നു. ഹോസ്പിറ്റൽ അധികൃതരോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പണം നൽകിയ ആൾ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി. 2 ലക്ഷം രൂപ തന്നെ കൊണ്ട് പെട്ടെന്ന് കൂട്ടിയാൽ കൂടുന്ന തുക ആയിരുന്നില്ല. എന്നാലും തൻ്റെ അച്ഛന് വേണ്ടി വല്ലവരുടെയും സഹായം സ്വീകരിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് ശിവാനിക്ക് ചെറിയ വിഷമം തോന്നി. ആളാരാണെന്ന് അറിഞ്ഞിരുന്നേൽ കുറേശ്ശെയായി പണം തിരിച്ചു കൊടുക്കായിരുന്നു. ശിവാനി ചിന്തിക്കാതെ ഇരുന്നില്ല. അങ്ങനെ അവളുടെ അച്ഛൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ ഭംഗിയായി നടന്നു. വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതിനാൽ 2 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവുകയും ചെയ്തു. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ് ശിവാനി ഓഫീസിലേക്ക് ചെന്നു. തൻ്റെ ലീവിൻ്റെ കാര്യം അവൾ ഓഫീസിൽ ഇൻഫോം ചെയ്തിരുന്നില്ല. അച്ഛന് പെട്ടെന്ന് അസുഖം കൂടിയപ്പോൾ പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു. ചെറിയ പേടിയോടെയാണ് അവൾ ഓഫീസിലേക്ക് ചെന്നത്. തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കാതെ ആയിരുന്നു അന്ന് സാറിന് താൻ ഒരു സഹായം ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് ക്യാഷ് നീട്ടിയപ്പോൾ 1 രൂപ പോലും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അന്ന് മടങ്ങിയത്. ആ ഒരു ഓർമ്മ അയാൾക്ക് കാണുമായിരിക്കും. അതുകൊണ്ട് തൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവും എന്നൊരു വിശ്വാസത്തോടെ ആയിരുന്നു ശിവാനി ഓഫീസിലേക്ക് ചെന്നത്. പതിവ് പോലെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിയ ലക്ഷ്യൻ്റെ മുഖം ഒന്ന് വിടർന്നു. പെട്ടെന്ന് ദീപയെ വിളിച്ചു ശിവാനിയെ തൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു. പെർമിഷൻ ചോദിച്ച് അകത്ത് കയറിയ ശിവാനിയോട് അവൻ ഇരിക്കാൻ പറഞ്ഞു. അവളത് നിഷേധിച്ചു. അവൾ നിന്നു. ശിവാനി ഇത്രയും ദിവസം ലീവിലായിരുന്നോ? അവൻ ലാപ്ടോപ്പിൽ നിന്നും മിഴികൾ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അതെ സർ. എത്ര ദിവസമാണ് ലീവ് എടുത്തത്? 10 ദിവസം, അവൾ പതിയെ പറഞ്ഞു. ഓക്കെ, അത് ശിവാനി ഓഫീസിൽ ഇൻഫോം ചെയ്തിരുന്നോ? അത് സർ. അച്ഛൻ. സേ യെസ് ഓർ നോ ശിവാനി. നോ സർ. 1-2 ദിവസമായിരുന്നെങ്കിൽ പോട്ടെ എന്ന് വെക്കായിരുന്നു. ഇതിപ്പോൾ 10 ഡേയ്സ്. ലീവിന് മുൻപ് ഒരു ഇമ്പോർട്ടൻ്റ് പ്രൊജക്റ്റ് വർക്ക് തനിക്ക് ഏൽപ്പിച്ചിരുന്നു എന്നാണ് ഹരീഷ് പറഞ്ഞത്. അന്ന് വർക്ക് പെൻഡിങ്ങിൽ വെച്ചാണ് താൻ എൻ്റെ കൂടെ പാർട്ടിക്ക് വന്നത്. പിറ്റേ ദിവസം ലീവ് എടുത്തു. ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷെ അതിന് പിറ്റേന്ന് ഈവനിങ് താൻ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഹരീഷിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. അന്ന് 5 മണിക്ക് മുമ്പ് അതെനിക്ക് മെയിൽ ചെയ്യേണ്ടതുമായിരുന്നു. അതൊക്കെ എന്തായി കാണും എന്നൊരു ചിന്ത ഇയാൾക്കുണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായിരുന്നേൽ അതിവിടെ വിളിച്ച് പറയുമായിരുന്നു. ഇത്രയും ഉത്തരവാദിത്ത ബോധമില്ലാത്ത താനൊക്കെ ഇനി ഇവിടെ തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ലക്ഷ് അല്പം കടുപ്പിച്ച് പറഞ്ഞു. അവളുടെ ലീവ് കാരണം അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ബാക്കി വർക്ക് അവൻ തന്നെ ചെയ്ത് അത് മാനേജ് ചെയ്യുകയായിരുന്നു. ജോലിയുടെ കാര്യത്തിൽ ലക്ഷ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കില്ല. എല്ലാം കറക്റ്റായിരിക്കണം, അതവന് നിർബന്ധമാണ്. സർ പ്ലീസ്, ഞാൻ മനഃപൂർവ്വമായിരുന്നില്ല. എൻ്റെ അച്ഛൻ അന്ന് രാത്രി പെട്ടെന്ന് അസുഖം കൂടി. സർജറി ചെയ്യാതെ പറ്റില്ല എന്ന് ഡോക്ടർ തീർത്തും പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. ആ ഒരു ടെൻഷനിൽ ഞാൻ ശിവാനി ഉള്ളിലെ സങ്കടം പുറത്ത് കാട്ടാതെ പറഞ്ഞു. ശിവാനി, ഇതൊക്കെ സർവ്വസാധാരണമാണ്. ജോലിയും ഫാമിലി ലൈഫും രണ്ടും വെവ്വേറെയാണ്. രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പഠിക്കണം. നമുക്കൊരുപാട് പ്രശ്നം ഉണ്ടാവും. അതൊക്കെ ഉണ്ടെന്ന് കരുതി ഇങ്ങനെ ലീവ് എടുത്താൽ പിന്നെ അതിനെ നേരം കാണുകയുള്ളൂ. ഇനി ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ എനിക്ക് കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും, ലക്ഷ്യ കടുപ്പിച്ച് പറഞ്ഞു. ശിവാനി ഓർക്കുകയായിരുന്നു. അന്ന് കാര്യം കാണാൻ നേരം ഇയാൾക്ക് എന്ത് നല്ല പെരുമാറ്റമായിരുന്നു. തന്നെ സ്വന്തം ഭാര്യയെ പോലെയല്ലേ അന്ന് കെയർ ചെയ്തത്. സോറി പറയലും ചേർത്ത് പിടിക്കലും കണ്ണുനീരൊപ്പലും എന്തൊക്കെയായിരുന്നു. തന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചപ്പോൾ അച്ഛനോട് പോലും വഴക്കിട്ടിരുന്നു. ഇയാൾക്ക് വേണ്ടിയല്ലേ താനെന്ന് കണ്ടവരുടെ ചീത്ത മുഴുവനും കേട്ടത്. എന്നിട്ടിപ്പോൾ ആ നന്ദി പോയിട്ട് ഒരു ഓർമ്മ പോലും ഇല്ലല്ലോ. പണക്കാർക്ക് പിന്നെ എന്തു ആവാല്ലേ, ശിവാനി മനസ്സിൽ പറഞ്ഞു. ആ ശിവാനി, ഇപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കണം കേട്ടോ. അച്ഛനിപ്പോൾ ഓക്കെയാണ് സർ. പിന്നെ സാറിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളാം. അന്നേരം ശിവാനിക്ക് അവനോട് ചെറിയ ദേഷ്യം തോന്നി. ശരി, എന്നാലേ എനിക്ക് ശിവാനിയോടൊരു സഹായം വേണമായിരുന്നു. ലക്ഷ്യം ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് റിവോൾവിംഗ് ചെയറിലിരുന്ന് കറങ്ങിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ സഹായമോ? എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? അതായത് ശിവാനി, എൻ്റെ മുത്തശ്ശിക്ക് എൻ്റെ ഭാര്യ ഒന്ന് കാണണമെന്ന്. കണ്ടാൽ മാത്രം പോരാ, കുറച്ച് ദിവസം അവിടെ താമസിക്കണമെന്ന്. അതിന് ഞാനെന്ത് വേണം? എന്നോട് എന്തിനാ സാർ ഇക്കാര്യം പറയുന്നത്? ശിവാനി നെറ്റിച്ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് നല്ല ചോദ്യം. എല്ലാവരുടെയും മുന്നേ ശിവാനിയാണല്ലോ എൻ്റെ ഭാര്യ. അപ്പോൾ പിന്നെ ഞാൻ ആരോട് ഇക്കാര്യം പറയും? അതൊന്നും എനിക്കറിയില്ല. സാറിനോട് ഞാൻ അന്നേ പറഞ്ഞതാ അന്നത്തോടെ എന്നെ വിട്ടേക്കണമെന്ന്. എന്നിട്ടിപ്പോൾ വീണ്ടും ഭാര്യയായി അഭിനയിക്കാൻ വിളിക്കുന്നു. സാറ് വേറെ വല്ലവരെയും നോക്കിക്കോളൂ.
എന്ത് മണ്ടത്തരമാണ് ശിവാനി നീ പറയുന്നത്? ഞാനും നീയും ഒരുമിച്ചുള്ള ഫോട്ടോ അന്നേരം ആരോ എടുത്തിരുന്നു. അത് ഫാമിലി മുഴുവനും സ്പ്രെഡ് ആവുകയും ചെയ്തു. പിന്നെ തറവാട്ടിലേക്ക് നമ്മുടെ കൂടെ എൻ്റെ അമ്മയും വരുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യം ഞാൻ പറയണ്ടല്ലോ അല്ലേ? അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല സർ. ഓഹോ, എങ്കിൽ ശിവാനിയെ ബാധിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ലക്ഷ്യം ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ ബാധിക്കുന്ന കാര്യമോ? ഇനിയിപ്പോൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നാണോ? കുഴപ്പമില്ല സർ, എന്നാലും ഞാനിനി ഒന്നിനും വരില്ല, ശിവാനി തീർത്തും പറഞ്ഞു. ഞാൻ അത്രയ്ക്കും മനസ്സാക്ഷിയില്ലാത്തവനൊന്നല്ലടോ. ഇതല്ല, ഇത് വേറൊരു കാര്യം എന്നും പറഞ്ഞു ശിവാനിക്ക് നേരെ ഹോസ്പിറ്റലിൽ 2 ലക്ഷം രൂപ അടച്ചതിൻ്റെ ബില്ല് കാണിച്ചു. ഓഹോ, ഇങ്ങനൊരു ഉദ്ദേശത്തോടെ ആയിരുന്നോ സാർ അന്ന് ഞങ്ങളെ സഹായിച്ചത്? സാറാണ് പണം അടച്ചത് എന്നറിഞ്ഞിരുന്നേലേ ഞാൻ ഒരിക്കലും അത് സ്വീകരിക്കുമായിരുന്നില്ല. എങ്കിൽ തിരിച്ചു തന്നേക്ക്, ലക്ഷ് ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. എന്താ, എൻ്റെ സഹായം വേണ്ട എന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ആ 2 ലക്ഷം രൂപ തിരിച്ചു തന്നേക്ക് എന്ന്. തരും, ഞാൻ എങ്ങനെയും സാറിൻ്റെ പണം തരും. എന്നാലും സാറിൻ്റെ കൂടെ ഇനിയൊരു അഭിനയത്തിന് എന്നെ കിട്ടില്ല. എന്നെ ഒരു വൃത്തികെട്ട പെണ്ണായിട്ടാണ് സാറിൻ്റെ ഫാമിലി കണക്കാക്കിയത്. അന്ന് അവർ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല സർ. അതുകൊണ്ട് പ്ലീസ്. ശരി, ഞാൻ നിർബന്ധിക്കില്ല. നാളെ വരുമ്പോൾ താൻ ആ ക്യാഷ് കൂടി എടുത്തോളൂ. നാളെയോ? അത്ര പെട്ടെന്നൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് കുറച്ച് സാവകാശം വേണം. ശരി, എങ്കിൽ 2 ദിവസം തരും. അതിനുള്ളിൽ പണവുമായി വന്നില്ലെങ്കിൽ ഞാൻ ലീഗലി മൂവ് ചെയ്യും. നീ എൻ്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങി എന്നതിലുള്ള തെളിവേ എൻ്റെ കയ്യിലുണ്ട്. നീ ഇത്രയും രൂപ വാങ്ങിയെന്നും എന്ന് വാങ്ങിയെന്നും എന്ന് തിരിച്ചു തരൂ എന്നും പറഞ്ഞ് നീ ഒപ്പിട്ട സമ്മതപത്രം, അതും പറഞ്ഞു അവൻ ശിവാനിക്ക് നേരെ ഒരു പേപ്പർ നീട്ടി. അത് വായിച്ചു നോക്കിയ ശിവാനി അതിൽ പതിഞ്ഞ് തൻ്റെ ഒപ്പ് കണ്ടു ഞെട്ടി. അവൾക്കതിനെപ്പറ്റി ഒരറിവുമില്ലായിരുന്നു. ഒഴുകാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു, സാറിപ്പോൾ മുതലെടുക്കുന്നത് എൻ്റെ നിസ്സഹായ അവസ്ഥയാണ്. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് സാറിനോട് ചെയ്തത്? ശിവാനി, ഇവിടെ തെറ്റിൻ്റെയും ശരിയുടെയും കണക്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വയസ്സായ മുത്തശ്ശിയുടെ ആഗ്രഹമാണ് കൊച്ചുമോൻ്റെ ഭാര്യയെ കാണണമെന്ന്. കൊച്ചുമകൻ എന്ന നിലയിൽ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എൻ്റെ കടമയാണ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? നേരായ വഴി വിളിച്ചാൽ നീ വരില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു വഴി സ്വീകരിച്ചത്. പ്ലീസ് ശിവാനി, ബിലീവ് മീ. നോ സർ, ഒരു പക്ഷേ സാർ ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. സാറിനൊന്നും തോന്നരുത്, എനിക്ക് പറ്റില്ല. ഇക്കാരണം കൊണ്ട് എൻ്റെ ജോലി പോയാലും കുഴപ്പമില്ല. 2 ദിവസത്തിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും സാറിൻ്റെ പണം തന്നിരിക്കും. അതും കൊണ്ടേ ഞാനിനി സാറിൻ്റെ മുന്നിൽ വരുള്ളൂ. ശിവാനിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. ഈ 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നീ 4 ദിവസം നെട്ടോട്ടോടിയത് ഞാൻ അറിഞ്ഞിരുന്നു. പിന്നെയാ 2 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നത്. അത് കേട്ട് അവൾ അവനെ പുച്ഛത്തോടെ നോക്കി. നമ്മുടെ നാട്ടിൽ ഒറ്റ രാത്രി കൊണ്ട് 2 ലക്ഷം രൂപ ഉണ്ടാക്കാനും പറ്റും സാർ. നീ എന്താ ശരീരം വിൽക്കാൻ പോവാണോ? ശരീരം വിൽക്കേണ്ടി വന്നാലും സാറിന് മുന്നിൽ ഞാൻ തോറ്റു തരില്ല എന്ന് പറഞ്ഞതും ലക്ഷ് അവളുടെ കവിള് കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി. കവിളിൽ നിന്നും അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിൽ മുറുകി. ഇനി ഇതുപോലെ പറയുന്നത് പോയിട്ട് ചിന്തിക്കുക പോലും ചെയ്യരുത്. ചെയ്ത എന്നും പറഞ്ഞ് അവളുടെ കഴുത്തിൽ ഒന്നുകൂടി പിടിമുറുക്കി. അന്നേരമാണ് അവൻ അവളുടെ കഴുത്തിൽ ഡ്രസ്സിനുള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ആ താലിമാല കാണുന്നത്. കഴുത്തിൽ നിന്നുള്ള പിടിവിട്ടു താലി പുറത്തെടുത്തു. വാട്ട് ഈസ് ദിസ് ശിവാനി? അവൻ തൻ്റെ വിരലിനാൽ താലിച്ചരടിൽ കൊരുത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഞാൻ അഴിക്കാൻ മറന്നുപോയി. എന്നാ ഞാനിപ്പോൾ അഴിച്ചെടുക്കാം. ഇതെൻ്റെ ആണല്ലോ, ഇതെനിക്ക് വേണം. വേണ്ട, ഞാൻ അഴിച്ചോളാം. പക്ഷെ ഇത് ഞാൻ തരില്ല. ഞാൻ കിട്ടിയ താലി ആരും അറിയാതെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കാനാ ഉദ്ദേശം? എത്ര നാൾ ശിവാനി ഇത് അണിയും? എൻ്റെ ശിവാനി, നമ്മളിത് അമ്പലത്തിൽ വെച്ചോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ സെറ്റപ്പിൽ വെച്ചോ അങ്ങനെയൊന്നും കെട്ടിയതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത്രയേ വില കൽപ്പിച്ചിട്ടുള്ളൂ. സാറിൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അത് മറന്നുപോയോ? അമ്മയോട് ഞാൻ ഒരു ദിവസം എല്ലാം പറഞ്ഞോളാം. ഓ, പക്ഷെ ദൈവം കൂടി എല്ലാം കാണുന്നുണ്ടെന്ന് സാർ ഓർക്കണം. ഒരു നിമിഷം ലക്ഷ്മി എന്ത് പറയണം എന്നറിയാതെയായി. തനിക്ക് വേണമെങ്കിൽ അണിയാം, അത് തൻ്റെ ഇഷ്ടം. ഇപ്പം എന്തായാലും അഴിക്കണ്ട, ഇനി അഭിനയിക്കാനുള്ളതല്ലേ, അത് കഴിഞ്ഞ് അഴിച്ചെടുക്കാം എന്ന് പറഞ്ഞ ലക്ഷ് അതിൽ നിന്ന് പിടിവിട്ട് അവളിൽ നിന്നും അകന്നു മാറി. അഭിനയിക്കണോ വേണ്ടയോ എന്ന് 2 ദിവസം കഴിഞ്ഞ് തീരുമാനിക്കാം. പിന്നെ മാനം വിൽക്കാതെയും കാശുണ്ടാക്കാനുള്ള വഴി എനിക്കറിയാം എന്നും പറഞ്ഞ് അവനെ കടുപ്പിച്ച് നോക്കി അവിടെ നിന്ന് നടക്കാനൊരുങ്ങി. ശിവാനി, വൃക്ക ദാനം ചെയ്യാനുള്ള വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ പറയണേ. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ കിഡ്നി ഫെയിലിയറായി കിടക്കുക. മാച്ചാവോന്ന് നോക്കാലോ. കയ്യിൽ 2 ഉണ്ടല്ലോ, ഒന്ന് കൊടുത്തേക്ക്. ശിവാനി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. ഞാൻ ചിലപ്പോൾ വൃക്കയും കൊടുത്തെന്ന് വരാം, ചിലപ്പോൾ ബാങ്ക് കൊള്ളയടിച്ചു എന്ന് വരാം.
എന്നാലും സാർ എൻ്റെ പണം തന്നിരിക്കും. അതും പറഞ്ഞ് അവൾ മുറി വിട്ടിറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയ ശിവാനിയുടെ മുന്നിൽ ഒരു വഴിയുമില്ലായിരുന്നു. അവനോടുള്ള വാശിക്ക് ക്യാഷ് കൊണ്ടുവരുമെന്ന് പറഞ്ഞതാണ്. ചോദിക്കാനുള്ളവരോടൊക്കെ നേരത്തെ ചോദിച്ചതാണല്ലോ. ഇനിയിപ്പോൾ എന്തിനാ വീണ്ടും ചോദിച്ച് നാണം കെടുന്നത്? അയാൾ പറഞ്ഞ പോലെ വൃക്ക കൊടുത്തിട്ടെങ്കിലും കടം വീട്ടിയാനേ. പക്ഷെ തൻ്റെ മുന്നിൽ അതിന് മാത്രം സമയമില്ല. ഓരോന്ന് ആലോചിച്ചു അവൾക്ക് തല പെരുകും പോലെ തോന്നി. ശിവാനിയോട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ ലക്ഷ്മി വിഷമം തോന്നി. അവളിപ്പോൾ പണം ഒപ്പിക്കാനുള്ള തിരക്കിലായിരിക്കും എന്നോർത്തപ്പോൾ ലക്ഷ്മി സ്വയം പുച്ഛം തോന്നി. അവളെപ്പോലൊരു പാവം പെണ്ണിനെ വട്ടം കറക്കേണ്ടിയിരുന്നില്ല. പക്ഷെ താൻ പെട്ടുപോയില്ലേ? അവളെ ആദ്യം ഇതിലേക്ക് വലിച്ചിട്ട് പോയില്ലേ? ഇനി അവളില്ലാതെ തൻ്റെ ഒരു പരിപാടിയും നടക്കില്ല. അമ്മ പറഞ്ഞാൽ പിന്നെ എതിര് പറയാൻ പറ്റില്ല. ലക്ഷ്മി ഒരെത്തും പിടിയും കിട്ടിയില്ല. ഇനിയിപ്പോൾ അവൾ തന്നോടുള്ള വാശിക്ക് വൃക്ക എങ്ങാനും ദാനം ചെയ്യോ? അവൾ പണവുമായി വരുന്നതിന് മുന്നേ വേറൊരു പ്ലാൻ കൂടി തയ്യാറാക്കണം. അതിനു വേണ്ടത് അവളുടെ അനിയനാണ്, ശ്രാവൺ. ലക്ഷ് തൻ്റെ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി തൻ്റെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ച് സംസാരിച്ചു. 2 ദിവസത്തിന് ശേഷം ശ്രാവൺ തൻ്റെ ക്ലാസ്സും കഴിഞ്ഞു തൻ്റെ വീട്ടിലേക്കുള്ള ഉൾ റോഡിലൂടെ നടന്നു വരികയായിരുന്നു. അന്നേരമാണ് റോഡിൻ്റെ ഇടതുവശം ഒതുക്കി നിർത്തിയിരിക്കുന്ന വണ്ടിയുടെ വലതുവശത്ത് നിന്നുകൊണ്ട് ഒരാൾ ഫോണിൽ സംസാരിക്കുന്നതും അയാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു ബൊലേറോയും കാണുന്നത്. അതുകൊണ്ട് ശ്രാവൺ ഓടിച്ചെന്ന് ഫോണിൽ സംസാരിക്കുന്ന അയാളെ റോഡിൽ നിന്ന് പിടിച്ചു മാറ്റിയാണ്. തന്നെ തൊട്ടില്ല എന്ന രീതിയിൽ കടന്നുപോയ വണ്ടിയെ ഇരുവരും നോക്കി. വണ്ടി കൺമുന്നിൽ നിന്നും മായുന്നത് കണ്ട ശ്രാവൺ പറഞ്ഞു, സർ, വണ്ടി നമ്പർ നോട്ട് ചെയ്യ്. അയാളാണെങ്കിൽ വണ്ടി നമ്പർ നോട്ട് ചെയ്തില്ല. അതുകൊണ്ട് ശ്രാവൺ പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്ത് വണ്ടിയുടെ പിൻഭാഗം കാണും വിധം ഫോട്ടോ എടുത്തു. സർ, എന്തായി കാണിച്ചത്? സാറിനെ ഇടിക്കാനാ വണ്ടി വന്നത്. എന്നിട്ട് വണ്ടിയുടെ നമ്പർ പോലും ശ്രദ്ധിക്കാതെ സാർ വിട്ടു അല്ലേ? താങ്ക്സ് അനിയ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ കാണുമായിരുന്നില്ല എന്നും പറഞ്ഞ് ശ്രാവണിനെ അയാൾ ഹഗ് ചെയ്തു. എന്താ തൻ്റെ പേര്? അയാൾ ചോദിച്ചു. എൻ്റെ പേര് ശ്രാവൺ. പിന്നെ സർ, സാറിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സാർ ലക്ഷ്യയുടെ MD അല്ലേ? ആ അതെ, അയാൾ മറുപടി പറഞ്ഞു. ശ്രാവണിന് എന്നെ എങ്ങനെ അറിയാം? അത് സർ, എൻ്റെ ചേച്ചി സാറിൻ്റെ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സാറിന് അറിയുമെന്നറിയില്ല. ചേച്ചി ജോയിൻ ചെയ്തിട്ട് 3 മാസം ആവുന്നതേ ഉള്ളൂ, ശ്രാവൺ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ ആളെ പിടികിട്ടി കാണുമല്ലോ. ആൾ മറ്റാരുമല്ല, നമ്മുടെ ലക്ഷ്യം തന്നെയാണ്. എന്തോ ഒരു നിഗൂഢമായ ലക്ഷ്യവുമായി ആൾ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് വഴി അറിയാം. അതെയോ? എനിക്ക് ലോവർ ലെവൽ വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല. അതുകൊണ്ട് ആളെ എനിക്ക് മനസ്സിലായില്ല. ലക്ഷ്യം തട്ടിവിട്ടു. സാറിന് ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. സാർ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി മൂവ് ചെയ്താൽ നമുക്ക് ആളെ പിടിക്കാം സാർ. സാർ എന്തായാലും പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തേക്ക്. ആ ശരിയാ, ഞാനും നമ്പർ മൈൻഡിൽ നോട്ട് ചെയ്തിരുന്നു. ഞാൻ വേണ്ടത് ചെയ്തോളാം ശ്രാവൺ. എനിവേ, താങ്ക്സ് ശ്രാവൺ. തന്നെ ഞാൻ എന്നും ഓർത്തിരിക്കും കേട്ടോ. ഓ, താങ്ക്സിൻ്റെ ഒന്നും ആവശ്യമില്ല സർ. എന്നാൽ ഞാൻ പോട്ടെ സർ. അതും പറഞ്ഞ് ശ്രാവൺ നടക്കാൻ ഒരുങ്ങിയപ്പോൾ ലക്ഷ്യം ചോദിച്ചു, അല്ല, ശ്രാവണിൻ്റെ വീട് ഇവിടെ അടുത്താണോ? അതെ സർ, വീട്ടിലേക്ക് വരുന്നു സർ. വരണോ? ഉറപ്പായും വരണം സർ. എൻ്റെ അച്ഛനെയും ചേച്ചിയും പരിചയപ്പെടാലോ. എന്നാൽ ശ്രാവൺ കയറിക്കോളൂ എന്നും പറഞ്ഞ് ലക്ഷ് ശ്രാവണിനെ തൻ്റെ വണ്ടിയിൽ കയറ്റി ശിവാനിയുടെ വീട് ലക്ഷ്യം വെച്ച് നീങ്ങി. ശ്രാവൺ പറഞ്ഞതിനനുസരിച്ച് നല്ല ഭംഗിയുള്ളതും വൃത്തിയുള്ളതുമായ ഒരു ഓടിട്ട വീടിന് മുന്നിൽ വണ്ടി ചെന്ന് നിർത്തി. ശ്രാവൺ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ലക്ഷ്മിനകത്തേക്ക് ക്ഷണിച്ചു. അതോടൊപ്പം തന്നെ അവൻ അവൻ്റെ ചേച്ചിയെ ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നു. പൊന്നുവച്ചി, ചേച്ചി. ഈ ചേച്ചി എവിടെയാണുള്ളത്? പൊന്നുവച്ചി, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ, ശ്രാവൺ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. അവൻ്റെ പൊന്നുവച്ചി എന്നുള്ള വിളി കേട്ടതും ലക്ഷ്യം വിചാരിക്കുവാണ്, ഓഹോ, ഇങ്ങനെയൊരു പേരും കൂടി ഉണ്ടായിരുന്നു അല്ലേ? പൊന്നു കൊള്ളാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും വിളിക്കില്ല. ശിവാനി, അത് മതി. പിന്നെ എൻ്റെ മാത്രമാകുമ്പോൾ ഞാൻ മാറ്റി വിളിച്ചോളാം. വരൂ സർ. ശ്രാവണിൻ്റെ വിളിയാണ് ലക്ഷ്യനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ലക്ഷ്യ ശ്രാവണിൻ്റെ കൂടെ അകത്ത് കയറി അച്ഛനോട് സംസാരിക്കുന്നതിനിടയിലാണ് കുളി കഴിഞ്ഞ് തലയിൽ ടവലൊക്കെ ചുറ്റിക്കെട്ടി ശിവാനി അങ്ങോട്ട് വരുന്നത്. ഒരു കോട്ടൺ ചുരിദാറായിരുന്നു അവളുടെ വേഷം. അന്നേരം അവളെ ഷാളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. എന്താടാ വിളിച്ചു പോണത്? ഞാൻ പറഞ്ഞതല്ലേ മുറ്റത്ത് നിന്ന് ഇതുപോലെ വിളിച്ചു കൊന്നു വരാൻ പാടില്ലെന്ന്. എനിക്ക് ചെവി കേൾക്കാം. ശ്രാവണിനെ ശാസിച്ചു കൊണ്ടുവരുന്ന ശിവാനി ലക്ഷ് അവിടെയുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. അച്ഛൻ കിടക്കുന്ന മുറിയിൽ എത്തിയപ്പോഴാണ് ലക്ഷ്യം അവൾ കാണുന്നത്. ഒരു നിമിഷം അവൾ തറഞ്ഞുപോയി. ലക്ഷ്യാണെങ്കിൽ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളൊക്കെ ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ്. കൂടെ മോശമല്ലാത്ത രീതിയിൽ അവളെ സ്കാൻ ചെയ്യുന്നുണ്ട്. കുളി കഴിഞ്ഞ് വന്നതിനാൽ മുഖത്താകെ വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചിരുന്നു. മൂക്കിൻ തുമ്പിൽ പറ്റിപ്പിടിച്ചിരുന്ന ഒരു തുള്ളി വെള്ളം അവളുടെ ചുണ്ടിനെ തഴുകി കഴുത്തിലൂടെ താഴോട്ട് ഓടി ഒളിക്കുന്നത് കണ്ടതും
അവൻ ആ വെള്ളത്തുള്ളിയോട് പോലും അസൂയ തോന്നിപ്പോയി. തന്നെ ഇമച്ചിമാതെ നോക്കുന്ന ലക്ഷ്മണനെ കണ്ടതും ശിവാനി പെട്ടെന്ന് ഷോൾ എടുത്തിട്ടു. മോനെ, ഇതാണ് എൻ്റെ മോള് ശിവാനി. മോന് കണ്ടിട്ടുണ്ടോ? ഒരുപാട് പേര് ഓഫീസിലുള്ളത് കൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല അങ്കിൾ. പക്ഷേ ഇനി മറക്കില്ല കേട്ടോ. ലക്ഷ് ചുണ്ടിലൊളിപ്പിച്ച ചിരിയാളെ അവളെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് ശിവാനി ആരും കാണാതെ അവനെ തുറച്ചു നോക്കാനും മറന്നില്ല. പൊന്നു, നീ എന്താ ഇങ്ങനെ? വീട്ടിലൊരാൾ വന്ന് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കാതെ ഇങ്ങനെ നിന്നാ എങ്ങനെയാ? പോയി മോനൊരു കാപ്പി ഇട്ടുകൊണ്ട് വാ. അച്ഛൻ പറഞ്ഞത് കേട്ടതും 6-ാം തമ്പുരാനിലെ മഞ്ജു വാര്യർ പറയും പോലെ ശിവാനി കടുപ്പിച്ചു പറഞ്ഞു. പാലില്ല. ബ്ലാക്ക് കോഫി മതി ഉണ്ണിമായ എന്ന പ്രിയാരാമൻ്റെ ഡയലോഗ് ലക്ഷ്യം ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ബ്ലാക്ക് കോഫി മതി ശിവാനി. അത് കേട്ടതും ശിവാനി ദേഷ്യത്തോടെ അടുക്കളയിലോട്ട് പോയി. എന്തിനാണാവോ ഇപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പുതിയ വല്ല നമ്പരും കൊണ്ട് വന്നതാവും. എന്നിട്ട് എന്നെ പരിചയമില്ലത്രേ. ശിവാനി ഓരോന്ന് പറഞ്ഞ് പെറുപെരുത്തുകൊണ്ട് കോഫി ഇടാൻ തുടങ്ങി. എന്താ ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ചേച്ചിക്ക് എന്താ പറ്റിയത്? ശ്രാവണൻ്റെ ശബ്ദം കേട്ടാണ് ശിവാനി തിരിഞ്ഞു നോക്കിയത്. എടാ, നിനക്ക് എങ്ങനെ അയാളെ പരിചയം? നീ എന്തുദ്ദേശത്തിൽ അയാളെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അവരൊക്കെ വലിയ ആൾക്കാരാ. എന്തെങ്കിലും കാര്യമില്ലാതെ അയാൾ ഇങ്ങോട്ട് വരില്ല. ചിലപ്പോൾ നിന്നെ കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാനുണ്ടാവും. അതുകൊണ്ട് ഈ കോഫിയും കൊടുത്ത് നീ പെട്ടെന്ന് അയാളെ പറഞ്ഞിടാൻ നോക്ക്. ശിവാനി അല്പം ഗൗരവത്തിൽ പറഞ്ഞു. എൻ്റെ ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? സാർ അങ്ങനെയുള്ള ആളൊന്നുമല്ല. വഴിയിൽ വെച്ച് സാറിന് ഒരു വണ്ടി ഇടിക്കാൻ നോക്കി. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ സാർ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവായിരുന്നില്ല. ശ്രാവൺ നടന്നത് മുഴുവൻ പറഞ്ഞത് കേട്ടതും ശിവാനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. പതിവില്ലാതെ ഈ വഴിയിലൂടെ വരാനും നടു റോട്ടിൽ നിന്ന് ഫോണിൽ സംസാരിക്കാനും അയാൾ ഒരു വണ്ടി ഇടിക്കാൻ പോവാനും അത് കൃത്യമായി ശ്രാവൺ കാണാനും രക്ഷിക്കാനും സാധിച്ചു എന്ന് കേട്ടപ്പോൾ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ശിവാനിക്ക് ഫീൽ ചെയ്തു. എടാ, നീ ആ വണ്ടിയുടെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞില്ലേ, ഒന്ന് കാണിച്ചേ. ശിവാനി അത് പറഞ്ഞതും ശ്രാവൺ തൻ്റെ ഫോണിലെ ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുത്തു. അന്നേരമാണ് അവൾക്ക് ആ വണ്ടി നല്ല പരിചയം തോന്നുന്നത്. അന്ന് പാർട്ടിക്ക് പോകാൻ നേരം ലക്ഷ്മിൻ്റെ കൂട്ടുകാരൻ ഗൗതം വന്നത് ആ വണ്ടിയിലാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ ശ്രാവണിനോട് അതേക്കുറിച്ച് അവളൊന്നും പറഞ്ഞില്ല. അതൊക്കെ ആയിരിക്കാം. നീ ഇനി അയാളോട് അധികം കൂട്ടുകൂടാനൊന്നും നിൽക്കണ്ട. അതെന്താ ചേച്ചി? എടാ, ഈ പണക്കാരൊക്കെ കണക്കാ. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അയാളെ എൻ്റെ ബോസാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ അയാൾ ഏത് തരക്കാരനാണെന്ന് ആർക്കറിയാം? അയാളുടെ മുഖത്ത് എന്തോ ഒരു കള്ളലക്ഷണം ഇല്ലേ? നിനക്ക് തോന്നിയില്ലേ? എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. എന്ത് ഭംഗിയുള്ള സാറാണത്. ആ കണ്ണാണ് കേട്ടോ സൂപ്പർ. കണ്ടിട്ട് സിനിമാ നടൻ്റെ ഒരു ലുക്കുണ്ട്. പിന്നെ ഒരു സിനിമാ നടൻ. എനിക്കങ്ങനെ വലിയ ഭംഗിയൊന്നും തോന്നിയിട്ടില്ല. ഒരു ആവറേജ്, അതിനപ്പുറം പോവില്ല. ഇയാളേക്കാൾ ഭംഗിയുള്ള എത്ര പേര് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ഹേമ ചേച്ചിയുടെ മോൻ സജീഷ് ചേട്ടനില്ലേ, ഇയാളേക്കാൾ സൂപ്പറാ സജീഷ് ചേട്ടൻ. അതുമല്ല, എനിക്ക് പൂച്ചക്കണ്ണന്മാരെ വലിയ ഇഷ്ടമൊന്നുമല്ല. ശിവാനി തട്ടിയിട്ടു. ഇനിയിപ്പോൾ ശ്രാവണിനെ വെച്ച് തന്നെ കിട്ടാൻ ലക്ഷ്മി വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അതോടെ പോയിക്കോട്ടെ എന്ന് കരുതിയാണ് ശിവാനി സജീഷിൻ്റെ കാര്യം പറഞ്ഞത്. ലക്ഷ്മിൻ്റെ ഇടയ്ക്കുള്ള സംസാരവും നോട്ടവും കണ്ടപ്പോൾ ശിവാനിക്ക് ചില സംശയം തോന്നിയിരുന്നു. ഇവരെ ചോപ്പിട്ട് എന്ത് വേണമെങ്കിലും അയാൾ നേടും എന്നവൾക്ക് അറിയായിരുന്നു. പിന്നെ ശ്രാവൺ പിള്ളേരല്ലേ, ഇതുപോലൊരു പണച്ചാ കളിയെ കിട്ടിയാൽ ഒന്ന് വിലസിയേക്കാം എന്ന് തോന്നാം. അതുകൊണ്ട് തനിക്ക് ലക്ഷ്മിയോട് ഒരു താല്പര്യമില്ലെന്ന് ഇവന് കരുതിക്കോട്ടെ എന്ന് കരുതിയാണ് ശിവാനി അങ്ങനെ പറഞ്ഞത്. എൻ്റെ മോനെ, ഈ ലുക്കിലൊന്നും ഒരു കാര്യമില്ല. കയ്യിലിരിപ്പ് തന്നാവണം. ഇതുപോലുള്ളവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ പാടില്ല. ഇയാളിപ്പോൾ നാളെ വല്ല കേസിന് പെട്ടാ നീ അകത്താവട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടില്ല. എനിക്കും വയ്യാതെ അച്ഛനും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാമെന്ന് വയ്യ. സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് ശിവാനി ശ്രാവണിനെ പാളി നോക്കി. ശ്രാവൺ ശിവാനി പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ശ്രാവൺ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമായിരുന്നു എന്ന് പറഞ്ഞു അടുക്കള വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ലക്ഷ്മി ഇരുവരും കാണുന്നത്. താൻ പറഞ്ഞത് മുഴുവനും ഇയാൾ കേട്ട് കാണുമോ എന്ന പോലെ ശിവാനി ചെറിയ പേടിയോടെ നിൽക്കുകയാണ്. അന്ന് അറിയാതെ വായിൽ നിന്ന് വീണതിൻ്റെയാണ് ഈ കിടന്ന് അനുഭവിക്കുന്നത് എന്ന് ശിവാനി ചിന്തിച്ചു. അന്നേരമാണ് ശ്രാവണിൻ്റെ കൂട്ടുകാരൻ അവനെ അന്വേഷിച്ചു വരുന്നത്. അതുകൊണ്ട് ശ്രാവൺ ശിവാനിയോട് പറഞ്ഞു, ചേച്ചി പ്ലീസ്, ചേച്ചി സാറിന് വാഷ്റൂം ഒന്ന് കാട്ടിക്കൊടുക്ക് പ്ലീസ്. പിന്നെ ആ മറ്റേ മുറിയിൽ പുതിയ വാഷ്റൂം കാണിച്ചു കൊടുക്കണേ ചേച്ചി എന്നും പറഞ്ഞു ശ്രാവൺ അവിടെ നിന്ന് പോയതും വേറെ വഴിയില്ലാതെ ശിവാനി ലക്ഷ്മി വാഷ്റൂം കാട്ടിക്കൊടുക്കാൻ പോവുകയാണ്. മുറിയിലെത്തിയ ശിവാനി അവന് മുറി കാണിച്ചു കൊടുത്ത് തിരിച്ച് നടക്കാൻ നേരാണ് ലക്ഷ് അവളുടെ കൈ കയറി പിടുത്തമിടുന്നത്. പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ശിവാനി ഒന്ന് പതറിയെങ്കിലും ധൈര്യം കൈവിടാതെ അവനെ ദാഹിപ്പിച്ചു നോക്കി. സർ വീട്ട്, കൈന്ന് വിട്. ഇതേ ശ്രാവണിപ്പോൾ ഇങ്ങോട്ട് വരും. വിട്ട്, ഇതേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശിവാനി, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അവരൊക്കെ അറിയട്ടെ ഞാൻ നിന്റെ ആരാന്ന്. പിന്നെ ശിവാനി കുറച്ചു മുൻപ് എന്നെക്കുറിച്ച് എന്തോ പറയുന്നത് കേട്ടു.
ഞാൻ പറഞ്ഞതല്ലേ ശിവാനി, ഒരാളെക്കുറിച്ച് ഒന്നും അറിയാതെ അങ്ങനെ ഒന്നും പറയാൻ പാടില്ലെന്ന്. എനിക്ക് കള്ളലക്ഷണമാണല്ലേ? ആണോ ശിവാനി? എന്നാൽ ഞാൻ കട്ടെടുക്കട്ടെ? എന്തുവാ? ഞാൻ കട്ടെടുക്കട്ടെ എന്ന്? എന്ത്? ഹണി? എന്തോന്ന്? നിന്റെ ഈ ചെഞ്ചുണ്ടിലെ തേൻ ഞാൻ കട്ടെടുക്കട്ടെ എന്ന്? അതും പറഞ്ഞ് അവളുടെ തലയിലെ ടവൽ അഴിച്ചെടുത്തു. അതോടെ അവളുടെ ആ പനങ്കുല പോലെയുള്ള മുടി മുഴുവനും അഴിഞ്ഞു വീണു. അരയോളം വരുന്ന ആ മുടി അവൻ വിടർന്ന കണ്ണാലെ ഒന്ന് നോക്കി. അവളുടെ മുഖത്തേക്ക് ഊതി അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയഴുകളെ ഒതുക്കി വെച്ചു. നീ ഓൾറെഡി എനിക്ക് എന്താണ്ടൊക്കെ ചാർത്ത് തന്നിട്ടുണ്ട്, പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് അങ്ങ് ആ പേരുകളൊക്കെയും ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചാളാം ശിവാനി എന്ന് പറഞ്ഞ് അവളോട് ചേർന്ന് നിന്നു. ഇതേ കളിക്കല്ലേ, നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയില്ല. ഓഫീസിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, ഞാൻ അത്ര പാവമൊന്നുമല്ല. സാറിനെ അനുസരിക്കാൻ ഇത് സാറിൻ്റെ ഓഫീസും അല്ല, ഇതെൻ്റെ വീടാണ്. അതെനിക്ക് മനസ്സിലായി, നീ അത്ര പാവമൊന്നുമല്ലെന്ന്. നിനക്ക് കാഞ്ഞ ബുദ്ധിയാണെന്നും അറിയാം. അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിലെ പിടിമുറുക്കി. സാറിൻ്റെ കുരുട്ട് ബുദ്ധിയൊന്നും എനിക്കില്ല. സാറിനെ ഇടിക്കാൻ വന്ന വണ്ടി ഗൗതം സാറിൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലായതേയില്ല. സാർ കയ്യൊന്ന് വിട്ടേ. അത് കേട്ടതും ലക്ഷ്യം ഒന്ന് പതറിയെങ്കിലും പുറത്ത് കാട്ടാതെ ചോദിച്ചു, ആരാടി സജീഷ്? എൻ്റെ കാമുകൻ. എന്തേ, സാറിന് വല്ല കുഴപ്പമുണ്ടോ? ലക്ഷ്യൻ്റെ കൈ അവളിൽ ഒന്നുകൂടി മുറുക്കി. ആ സാർ, എനിക്ക് വേദനിക്കുന്നു. നീ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല ശിവാനി. അത് പറയാൻ സാർ എൻ്റെ ആരാ? അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. ആ നോട്ടം അവളിൽ പേടിയുണർത്തി. ലക്ഷ്യ അവളുടെ കൈ കുഴഞ്ഞെറിഞ്ഞു അവളിൽ നിന്നും അകന്നു മാറി. അവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ശിവാനി അവിടെ നിന്ന് പോവാൻ നേരം പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നാളത്തോടെ നിനക്ക് അനുവദിച്ച തന്ന സമയം കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ, നമ്മൾ തറവാട്ടിലേക്ക് പോകുമല്ലേ എന്നവന് പറഞ്ഞതും ശിവാനി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. കോഫിയൊക്കെ കുടിച്ചു ലക്ഷ്യം ഇറങ്ങി. അന്നേരമാണ് അച്ഛൻ ശിവാനിയോട് പറയുന്നത്, മോളെ, മോൻ പറയുമായിരുന്നു നമ്മുടെ ശ്രാവണാണല്ലോ ലക്ഷ്യം മോനെ ഇന്ന് രക്ഷിച്ചത്. അതുകൊണ്ട് മോൻ ചോദിക്കുക എന്തെങ്കിലും സഹായം ചെയ്യട്ടെ എന്ന്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് മോൻ വിടാൻ തയ്യാറല്ല. നിനക്ക് ജോലിയിൽ നല്ലൊരു പോസ്റ്റ് തന്നാൽ സ്വീകരിക്കുമെന്ന് മോൻ ചോദിച്ചു. ലക്ഷ്യൻ്റെ മനസ്സിൽ എന്താണെന്ന് ശിവാനിക്ക് മനസ്സിലായില്ല. അച്ഛ, അതിനെനിക്ക് ക്വാളിഫിക്കേഷനോ വർക്ക് എക്സ്പീരിയൻസോ ഒന്നും ഇല്ലല്ലോ. അതാ മോളെ മോൻ പറഞ്ഞത്, ഒരു 1.5 മാസം ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ മതിയെന്ന്. ഇവരുടെ തന്നെ മറ്റൊരു ഫേമിൽ മോൾ അത്രയും നാൾ ട്രെയിനിങ്ങായി ജോലി ചെയ്താൽ മതിയെന്ന്. പക്ഷെ എന്നും പോയി വരാനൊന്നും പറ്റില്ലത്രേ, കുറച്ച് ദൂരെയാണെന്ന്. താമസമൊക്കെയും കമ്പനി വക ഉണ്ടാവുമെന്ന്. നല്ല സാലറിയുള്ള ജോലിയാണത്രേ. ആ ജോലി കിട്ടിയാൽ നമുക്ക് പിന്നെ ആരെയും പേടിക്കാണ്ട് ജീവിക്കാമല്ലോ. എപ്പോഴും അയാളെ ഇറക്കി വിടുക എന്ന് പറയാൻ പറ്റില്ല. അതും പറഞ്ഞ് അച്ഛൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അച്ഛ, അത് ഞാൻ അല്ല, മോൾക്ക് സമ്മതമാണെങ്കിൽ മതി. നിൻ്റെ ഇപ്പോഴത്തെ ശമ്പളം കൊണ്ട് എങ്ങനെയാണ് കഴിയുക? എങ്കിലും ശ്രാവൺ കൂടി പഠിത്തം നിർത്തി എന്തെങ്കിലും ജോലിക്ക് പോട്ടെ. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? പഠിച്ചൊരു ഡോക്ടർ ആവുക എന്നത് അവൻ്റെ ഒരു സ്വപ്നമായിരുന്നില്ലേ? എന്നിട്ട് 10ാം ക്ലാസ് പോലും കഴിയാതെ അവൻ്റെ പഠിത്തം നിർത്താമെന്നോ? അതൊന്നും വേണ്ട, ഞാൻ ഈ ജോലിക്ക് പോയിക്കോളാം. പക്ഷെ ഞാൻ പോയാൽ നിങ്ങൾ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കും? അതൊക്കെ മോന് വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ സന്തോഷത്തോടെ പറയുന്നത് കേട്ടതും ശിവാനിക്ക് ലക്ഷ്യനോട് ദേഷ്യം തോന്നി. എത്ര ബുദ്ധിപരമായിട്ടാണ് അയാൾ കരുക്കൾ ഓരോന്നും നീക്കിയിരിക്കുന്നത്. ഒരു വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് അയാൾ ഇങ്ങോട്ട് വന്നത്. അത് നടത്തുകയും ചെയ്തു. എന്നെ ഇവിടെ നിന്ന് തറവാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ലക്ഷ്യം. പക്ഷെ ശിവാനി അങ്ങനെ തോറ്റുകൊടുക്കില്ല. താൻ അവരുമായി ഒരു പുതിയ ഡീൽ ഉറപ്പിക്കാൻ പോകുവാണ്. താൻ പറയുന്ന ഡിമാൻഡ് അനുസരിച്ചാൽ മാത്രം അവൻ പറയുന്നതും അനുസരിക്കും. ചില കണക്ക് കൂട്ടലുകളുമായി ശിവാനി നാളെ എന്ന പുലരിക്കായി കാത്തിരുന്നു.